കോമ്പാക്ട് SUVs ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഹോട്ടസ്റ്റ് സെല്ലിംഗ് സെഗ്മെന്റ്സിലൊന്നാണ്. യെസ്, ഐ തിങ്ക് ഒരു 7-8 കൊല്ലം ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കോമ്പാക്ട് SUV എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഇത്ര ട്രെൻഡിങ് ആയിട്ട്. പക്ഷേ ഐ തിങ്ക് ഇപ്പൊ എല്ലാവർക്കും ബാക്കി എല്ലാം വിട്ട് ഹാച്ച് ബാക്കും സെഡാനും എല്ലാം മറികടന്ന് ഇപ്പോൾ കോമ്പാക്ട് SUVs ആണ് ഏറ്റവും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? വേണ്ട ഒരു വണ്ടി. ഏതാണ് ആ വണ്ടി സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു വണ്ടി ഇന്ത്യയിൽ? ഇക്കോസ്പോർട്ട് അല്ലേ? അല്ല, പ്രീമിയർ റിയോ. റിയോ ഒരു വെരി ഫൊഗോട്ടൺ കാറാണ്. അതെ, വന്നതും പോയതും. അന്ന് ആദ്യം TUD5 എഞ്ചിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴത്തേക്കും 1.3 മൾട്ടിജെറ്റ് ആയി. പക്ഷേ അതൊരു ഹാഡ് ടെറിയോസ് ആയിരുന്നല്ലോ അല്ലേ? ടെറിയോസ് ബേസ് ചെയ്ത് ഐ തിങ്ക് കുറച്ച് ലെങ്ത് ബാക്ക് എന്തോ റിയർ ഓഹാങ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഇറ്റ് വാസ് ടു ലിറ്റിൽ ടു ലേറ്റ്. അപ്പോഴേക്കും പ്രീമിയം ഒരു കമ്പനിനെ ആൾക്കാര് മറന്നു കഴിഞ്ഞിരുന്നു. അതെ, അതൊരു കാർ കമ്പനിയായിട്ട് ആരും അംഗീകരിച്ചിട്ടുമില്ല. ആൻഡ് ആ സമയത്ത് പ്രീമിയർ കാണിക്കേണ്ട ആവശ്യമില്ല. അതെ, ബെറ്റർ വണ്ടികളെല്ലാം വന്നു തുടങ്ങി. സോ അപ്പോൾ അത് ഇന്ത്യയിലെ ആദ്യത്തെ കോമ്പാക്ട് SUV. നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേൾഡിലെ ആദ്യത്തെ കോമ്പാക്ട് SUV ടൊയോട്ട RAV4. വെൽക്കം ടു ടോക്കിംഗ് കാർസ്. ഐ ആം ജയദേവ്. ഐ ആം വിവേക്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടൊയോട്ട RAV4 ആണ്. അതാണ് വേൾഡ്സ് ഫസ്റ്റ് കോമ്പാക്ട് SUV. ഏത് കൊല്ലമായിരുന്നു അത് ആദ്യം വന്നത്? സോ RAV4 ലോഞ്ച് ചെയ്തത് ഇന്റർനാഷണൽ ലോഞ്ച് വാസ് ഇൻ 93-94. ഓക്കെ. പക്ഷേ ഈ വണ്ടി ഡെവലപ്പ് ചെയ്തത് ആസ് ഇൻ ദ ഐഡിയ ബിഹൈൻഡ് ദിസ് കാർ ആൻഡ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്സും എല്ലാം വന്നത് ആസ് ബാക്ക് ആസ് 1989. വാവ്, ഓക്കെ. സോ 89-ൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് ഇറ്റ് സീംസ് വെരി ഫ്യൂച്ചറിസ്റ്റിക് നൗ. റൈറ്റ്. So 1989-ൽ So this was the first gen RAV4 അല്ലേ? This is the first gen RAV4. ഷോർട്ട് വീൽ ബേസ് ഉണ്ടായിരുന്നു, ലോങ് വീൽ ബേസ് ഉണ്ടായിരുന്നു, രണ്ട് വേരിയൻസ്. ഇനീഷ്യലി ഇത് ഷോർട്ട് വീൽ ബേസ് ആയിട്ടാണ് ഇറങ്ങിയത്. ഓക്കെ. അത് കഴിഞ്ഞാണ് ലോങ് വീൽ ബേസ് വരുന്നത്. ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദിസ് കുറച്ചൊരു ഹിസ്റ്ററിയിലോട്ട് പോകാം. ഓക്കെ. ഈ SUV എന്ന് പറഞ്ഞ സെഗ്മെന്റ് അറ്റ്ലീസ്റ്റ് ഇൻ ലേറ്റ് 90s ലേറ്റ് 80s ഏർലി 90s SUV എന്ന് പറഞ്ഞിട്ട് ടിപ്പിക്കൽ നമ്മുടെ ബോഡി ഓൺ ലാഡർ ഫുൾ സൈസ് ഒരു ഫുൾ പ്ലാറ്റ്ഫോം ആണ്, വലിയ എഞ്ചിൻ, ഹെവി 4-wheel ഡ്രൈവ് കേസുകൾ, അങ്ങനത്തെ ഒരു ഹെവി പോണ്ടറസ് വെഹിക്കിൾ ടു ഡ്രൈവ്. അപ്പം നമുക്ക് ശരിക്കും ഒരു ഓഫ് റോഡ് പോകാനോ അല്ലെങ്കിൽ ഒരു ക്യാമ്പർ ടോ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എക്സസീവ് ആണ് അല്ലേ? ആവശ്യമില്ല. ഓക്കെ. സോ 89-ൽ ടൊയോട്ട ഡിസൈൻ ടീം ഒരു ഐഡിയ കൊണ്ടുവന്നത് RAV4. അത് ഫ്യൂൽ ക്രൈസിസ് കാരണം അങ്ങനെ വല്ലതും ആണോ അതോ? നോട്ട് റിയലി. അർബൻ ലൈഫിനെ കൂടുതൽ അങ്ങനത്തെ ഒരു ഐഡിയ. ആൻഡ് അത്രയും കാലം 4-wheel drives were not fun to drive. ഓർ നമുക്ക് ഡെയിലി 2 വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആ 4-wheel drive പ്രിഫർ ചെയ്യില്ല. ഓക്കെ, റൈറ്റ്. യാ, ഇറ്റ്സ് നമുക്കൊരു കാർ ഓടിക്കാനാണ് സുഖം. സോ ഈ വണ്ടി അവർ കൊണ്ടുവന്നതിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ RAV സ്റ്റാൻഡ്സ് ഫോർ റെക്രിയേഷണൽ ആക്ടിവിറ്റി വെഹിക്കിൾ വിത്ത് 4-wheel drive. ഓക്കെ. സോ പേര് റെക്രിയേഷൻ അവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ. സോ ഒരു ഹാർഡ് കോർ ഓഫ് റോഡ്. അന്ന് എനിക്ക് തോന്നുന്നു ജാപ്പനീസ് എല്ലാം അങ്ങനത്തെ പേരുകൾ ഇടുക അല്ലേ? ഇപ്പൊ CRV ആണെങ്കിലും കോമ്പാക്ട് റെക്രിയേഷണൽ വെഹിക്കിൾ ഹോണ്ടയ്ക്ക് അങ്ങനെ 2-3 രണ്ടു ഉണ്ടായിരുന്നു. യാച്ചാവി ഉണ്ടായിരുന്നു. ഈ വണ്ടിയുടെ ഒരു കോർ ഫോക്കസ് തന്നെ അങ്ങനെയായിരുന്നു, റെക്രിയേഷണൽ. ഓക്കെ. ഇപ്പോൾ ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കാം, എന്നൊരു അത്യാവശ്യം ഒരു ചെറിയ ഓഫ് റോഡ് പോകണമെങ്കിലൊക്കെ. ഓക്കെ. സോ ബേസിക്കലി ബാഡ് റോഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫാം റോഡ്സ് ആൻഡ് ഏറ്റവും കൂടുതൽ സ്നോ. ഓക്കെ. സോ ഇതിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ്സ് വാസ് US ആൻഡ് കാനഡ. വേർ നമ്മൾ US നമ്മൾ വിചാരിക്കുന്ന ആ ടൈമിൽ എല്ലാ വണ്ടിയും വലുതാണ്. These were compact. This was unlike anything that the US had seen before. Okay. പക്ഷെ ഇത് ഭയങ്കര ഹിറ്റായി US-ൽ. Okay. And even in the Middle East. ഗൾഫിലുള്ള എല്ലാവരും പറയും ഈ സാധനം കാണുമ്പോൾ ആദ്യം പറയുന്നത് ഇത് പണ്ട് ഡ്യൂൺസിലാണ് ഉണ്ടായിരുന്നു എന്ന് പറയണ ഒരു ഓർമ്മയാണ്. ബിക്കോസ് ദിസ് ഇസ് വൈഡ്, നല്ല പവർ ഉണ്ട്, എഞ്ചിനാണ്, ഫുൾ ടൈം 4-wheel ഡ്രൈവ് ആണ്. And it's a light car also, അല്ലേ? ലൈറ്റ് കാർ. It's a light car. So അതുകൊണ്ട് that makes a lot of difference കാരണം ഇതിലൊക്കെ ഓടിക്കുമ്പോൾ. അതെ. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇത് ഭയങ്കര യൂസബിൾ കാറായിരുന്നു. Okay. So compact SUV, correct me if I'm wrong, it has to be monocoque. Yes, compact SUVs have to be monocoque. Okay. Transfer case ചിലതിന് ലോ റേഷ്യോ ഉണ്ട്, ചിലതിന് ഇല്ല. ഇതിനുണ്ടോ? ഇല്ല. RAV4 ലോ റേഷ്യോ ഇല്ല. പക്ഷെ ഇതിന് ഈ വണ്ടിക്ക് സെൻട്രൽ ലോക്കിംഗ് ഡിഫറൻഷ്യൽസ് ഉണ്ട്. ഓക്കെ. ആൻഡ് ഓപ്ഷനിലായിട്ട് റിയർ LSD ഉണ്ട്. ഓക്കെ. സോ ബോത്ത് ഓഫ് ദീസ് വെയർ അവൈലബിൾ. ഓട്ടോമാറ്റിക് വണ്ടിക്ക് സെൻട്രൽ ലോക്കിംഗ് ഡിഫറൻഷ്യൽസ് ഓട്ടോമാറ്റിക് ആക്ടിവേറ്റഡ് ആണ്. ഓക്കെ. മാനുവൽ കാറിന് സ്വിച്ച് ഉണ്ടായിരുന്നു. സസ്പെൻഷൻ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. ഓൾ-വീൽ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആയിരുന്നു. ആൻഡ് അത് ശരിക്കും കംപ്ലീറ്റ്ലി ചേഞ്ച്. സോ അപ്പോൾ കാർ ബേസ്ഡ് പോലത്തെ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് വിത്ത് 4-wheel ഡ്രൈവ്, ദാറ്റ് വാസ് വാട്ട്. ഓക്കെ. സോ ഇതിന്റെ ഒരു ഹെറിറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ
It is based on the Toyota Celica GT4 and the Corolla four-wheel drive of that time. Okay. So ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു Both had rallying pedigree as well. rally pedigree. Okay. So ആ ഒരു drive train ആണ്. The engine is from the Celica and 2 liter. ഏത് എഞ്ചിൻ? This is a 3SFE. 3SFE. Okay. 3SFE engine ആണ്. So 120 bhp something like that. 2 liter. ആ കാലത്തെ fuel injected ആണ്. Okay. So it's very good to drive and നല്ല ഒരു ഇതൊരു നോട്ട് എ സ്ക്രീമർ എഞ്ചിൻ. Okay. നമ്മൾ സാധാരണ 90s ജാപ്പനീസ് കാർസ് എന്ന് പറയുമ്പോൾ കുറേ കൂടെ ഹൈ റവിംഗ് എഞ്ചിൻസ് ആയിരിക്കും. പക്ഷേ ഇത് ദിസ് ഇസ് മോർ You don't want that ഒരു SUV ൽ അതല്ല ആവശ്യം. ആവശ്യമില്ല. സോ നല്ല യൂസബിൾ ആണ്, നല്ല ടോർക്കും ഉണ്ട്. Okay. It's a good car. So this is your car. This is my car. And the story, how did you get it? So I've had this car for about close to 5 years now. Okay. ഞാനൊരു എന്താ ഒരു സിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് ഹാച്ച് ബാക്ക് തപ്പി ഇറങ്ങിയതാണ്. Okay. എന്റെ ഫിഗോ എന്നൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് Okay. ഇതിലോട്ട് വന്നത്. I was using a Figo diesel at that time. അപ്പൊ അതിന്ന് ഒരു SUV ആവാം എന്ന് വിചാരിച്ചു. Okay. വിചാരിച്ച് അങ്ങനെ ഇറങ്ങി തിരിച്ച് തപ്പി വന്നപ്പോൾ ഒന്നും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടില്ല. പുതിയ മാർക്കറ്റിൽ എവറിത്തിങ് വാസ് ഐദർ ടു എക്സ്പെൻസീവ് ഓർ ടു ബിഗ്. Okay. ഓട്ടോമാറ്റിക് SUV ആ ടൈമിൽ സ്കോർപിയോ ഉണ്ടായിരുന്നു. Fortuner അങ്ങനത്തെ that was too expensive. എനിക്ക് അത്ര ഓഫ് റോഡ് പോകാനായിട്ടുള്ള ആവശ്യമില്ല. Okay. സോ ഇത് സിറ്റിക്കകത്ത് ഡെയിലി കൊണ്ടു നടക്കാം. Even the Scorpio was big. Scorpio was big and ആ സമയത്ത് സ്കോർപിയോക്ക് ആ ഒരു ട്രാൻസ്മിഷനിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവർ ആ ഏസിന്റെ ട്രാൻസ്മിഷൻ മാറി ആ ഒരു സമയമാണ്. റൈറ്റ്. ആൻഡ് അവർ അതിന് മുമ്പ് വേറെ ഏതൊരു ഓസ്ട്രേലിയൻ കമ്പനിയായിട്ട് ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. ആ 2.2 വന്ന സമയത്ത് അതിനിടന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഗിയർ ബോക്സ് വാസ് എ ഫെയിലിയർ. അപ്പോൾ അങ്ങനെ വന്ന പിന്നെ സ്കോർപിയോ വേണ്ട വെച്ചു. അങ്ങനെയാണ് ഈ ഒരു സാധനം കണ്ടുപിടിച്ചത്. ഓക്കെ. ഇത് കേൽ വണ്ടിയായിരുന്നു അതോ? നോ. സോ ദിസ് ഐ ഗോട്ട് ഫ്രം ഗോവ. ഓക്കെ. ഫസ്റ്റ് ഓർഡറിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ മേടിക്കുമ്പോൾ ഇറ്റ് ഹാഡ് അറൗണ്ട് 27,000. ഓക്കെ, ഗ്രേറ്റ്. സോ അങ്ങനെ ഒരു കണ്ടീഷനൊക്കെ കണ്ടു വാങ്ങിച്ചതാണ്. ആൻഡ് ടൊയോട്ട സർവീസ് നേരെ കയറ്റി ടൊയോട്ട തന്നെ സർവീസ് ചെയ്ത കുറേ കാലം. ഓക്കെ. ഇറ്റ്സ് ഫൈൻ. ഭയങ്കര വിചാരിച്ചേക്കാട്ടിലും ഒരു എഫേർട്ട്ലെസ് ഓണർഷിപ്പ് ആണല്ലേ? ഓക്കെ. So yeah, 1998 Toyota RAV4. അത്ര ഓൾഡ് സ്കൂൾ ആയിട്ട് തോന്നണമില്ല അല്ലേ? ഡെയിലി ഡ്രൈവിൽ നമുക്ക് ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് കംഫർട്ടബിൾ. നമുക്കൊരു സാധാരണ ഏത് വണ്ടി ഓടിക്കുന്നതല്ല, എസ്പെഷ്യലി ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇറ്റ്സ് റിയലി ക്വൈറ്റ് നൈസ് ടു യൂസ്. കുറച്ചു കാലം ഉപയോഗിക്കാൻ മാനുവൽ ഉണ്ടായിരുന്നു കയ്യിൽ. സെയിം ജെൻ ഐഡന്റിക്കൽ കാർ ബട്ട് മാനുവൽ. അത് സംഹൗ എനിക്ക് ഇത്രയും ഇഷ്ടമായില്ല. വൈൽ പീപ്പിൾ ആർ റേവിങ് അബൌട്ട് മാനുവൽ കാർസ്, നമുക്കത് അത്രയും ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. ആസ് ഇൻ ഈ ഒരു സൈസും ഈ ഒരു പ്രൊപ്പോർഷൻസ് എല്ലാം വെച്ച് ഇറ്റ്സ് എ ഗുഡ് സിറ്റി കാർ. സോ സിറ്റിയിൽ ഐ തിങ്ക് ദി ഓട്ടോമാറ്റിക് ഇസ് എ ബെറ്റർ ഓപ്ഷൻ. പിന്നെ എന്തായാലും ഒരു SUV I prefer sometimes automatic കാരണം anyway you are not going to go. അതെ, ഞാൻ അത്ര വലിയ ഹാർഡ് ഓഫ് റോഡർ അല്ല. Okay, driving impressions. So I've been driving this car for about 5 years now. Okay. And it's quite enjoyable. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ ഒരു ഇമ്പോർട്ട് കാർ യൂസ് ചെയ്യുന്ന തലവേദനകളൊന്നുമില്ല. Okay. I think the dimensions and the small car with a big engine, and that's always a good combination. Okay. അപ്പോൾ അതിൻ്റെ ആ ഒരു രസമുണ്ട്. 2 liter ആണ്, about 120 plus bhp ഉണ്ട്. Gearbox 4 speed അല്ലേ? Gearbox 4 speed automatic. Okay. And full time 4-wheel drive ആണ് വണ്ടി. Okay. So all the time all the 4 wheels are powered. And depending on the situation ഒരു center lock differential ഉണ്ട്. Okay. That gets automatically activated. And ചില വണ്ടികൾക്ക് ബാക്കിൽ Usual torque split എത്രയാണ്? usually it's 50-50. Okay. 50-50 torque split ആണ് all the time. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വേരിയൻറ്റും ഉണ്ട് ഇന്റർനാഷണലി, ബട്ട് ഐ ഹാവൻറ്റ് സീൻ എനി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ള RAV4s എല്ലാം 4-wheel ഡ്രൈവ് ആണ്. കുറച്ച് 2-wheel ഡ്രൈവ് കണ്ടിട്ടുള്ളതെല്ലാം 5-door വേർഷൻസ് ആണ്. ഐ തിങ്ക് people preferred that as a people carrier, and this one more as a part-time off-roader activity vehicle. അങ്ങനത്തെ ഒരു രീതിയിൽ. പക്ഷേ ഈ കാറ് ഞാനൊരു സിറ്റി കാറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. Acceleration എങ്ങനെയുണ്ട്? It's quite nice. Decent, keeps up with modern traffic. അങ്ങനെ ഭയങ്കര റേസ് കാറൊന്നും അല്ല. അഗൈൻ ട്രാൻസ്മിഷൻ എൻജിൻ ടെക്നോളജി അധികം അഡ്വാൻസ്മെന്റ് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ അർബൻ ക്രൂസറിലാണെങ്കിലും ഇറ്റ്സ് NA എൻജിൻ 4 cylinder 1.5 ആണ്. ദിസ് ഇസ് എ 2 liter. അപ്പം അങ്ങനെ എൻജിൻ
ടെക്നോളജി വൈസ് ഭയങ്കര വേരിയേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഐ തിങ്ക് ട്രാൻസ്മിഷനിലാണ് ഏറ്റവും കൂടുതൽ പുതിയ വണ്ടികളുടെ ഡിഫറൻസ് കാണുന്നത്. പക്ഷേ ഈവൻ ഓൺ പേപ്പർ ദാറ്റ്സ് നോട്ട് എ എന്താ പറയുക ഒരു ഭയങ്കര ഹൈടെക് ട്രാൻസ്മിഷൻ ഒന്നുമല്ല. ഇറ്റ്സ് എ 4-speed ഓട്ടോമാറ്റിക്. അതെ, ഓൺ പേപ്പർ ഇറ്റ്സ് ദ സെയിം. അപ്പോൾ ഈവൻലി മാച്ച്ഡ് ആണെന്ന് പറയാം ഏകദേശം. മോർ ഓർ ലെസ്, യെസ്. പിന്നെ ഇതിനൊരു 22 ഇയേഴ്സിന്റെ യൂസും കൂടെ ഉണ്ട്. അതുകൂടി മനസ്സിലാക്കണം. ഐ തിങ്ക് ട്രാൻസ്മിഷൻസ് ഡു ഏജ്. അപ്പോൾ ആ ഒരു റെഗുലർ ഏജിങ് തന്നെ ഇതിനേ ഉള്ളൂ. നമ്മുടെ അർബൻ ക്രൂസർ ആണെങ്കിലും കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ ഐ തിങ്ക് വിൽ ഹാവ് സിമിലർ പെർഫോമൻസ്. ബട്ട് സസ്പെൻഷൻ സൈഡ് ഇസ് ആക്ച്വലി ക്വൈറ്റ് ഗുഡ് ഇൻ ദിസ്. 4 വീലും 4 കോർണറിലായതുകൊണ്ട് ഇച്ചിരി സ്റ്റിഫാണ്. ബട്ട് ദ ഹാൻഡ്ലിംഗ് ഇസ് ദ ഗുഡ് സൈഡ് ഓഫ് ഇറ്റ്. നല്ല ഡയറക്റ്റ് സ്റ്റിയറിംഗ് ആണ്. ഫോർ ആൻ SUV യു ഡോണ്ട് ഫീൽ സ്കേർഡ് നമ്മളിത് പുഷ് ചെയ്യാനായിട്ട്. ക്വൈറ്റ് നൈസ് ടു ഡ്രൈവ്. എല്ലായിടത്തും കയറാം, അത്യാവശ്യം ഫുട്പാത്തിലൊക്കെ കയറ്റാം, അത്യാവശ്യം ഓഫ് റോഡ് നമ്മൾ എസ്റ്റേറ്റിൻ്റെ അകത്തും അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതിലൊക്കെ ഇറ്റ് ഹസ് പെർഫോം ക്വൈറ്റ് വെൽ. ഒരു MT ടയർ ആയിരുന്നെങ്കിൽ MT അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ നല്ലൊരു അഗ്രസീവ് ഓഫ് റോഡ് ടയേഴ്സ് ആണെങ്കിൽ ദിസ് കാർ ഷുഡ് ഡു പ്രിറ്റി ഡീസെൻ്റ്ലി ഓഫ് റോഡ്. അബ്രോഡ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ. നമുക്കിവിടെ ഇതിൻ്റെ ഈ പാനൽസും സൈഡിലെ സാധനങ്ങളൊക്കെ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഐ ഹാവൻറ്റ് വെഞ്ചർഡ് ഔട്ട് ഇൻ ടു ഹാർഡ് ഫോർ ഓഫ് റോഡ്. ഇത് കഴിഞ്ഞുള്ള സബ്സിക്വന്റ് ജനറേഷൻസ് RAV4 എല്ലാം കുറച്ചും കൂടി റോഡ് ബേസ്ഡ്, കുറേയും കൂടെ റോഡ് ബേസ്ഡ് ആയി. RAV4 അവർ ഒരു CRV കാറ്റഗറിയിലോട്ട് കൊണ്ടുപോയി. ആൻഡ് ഐ തിങ്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ജനറേഷനിലും കൂടെ 2 ഡോർ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ദേ മേഡ് ഇറ്റ് 5 ഡോർ ഓൺലി. അതോടെ ഐ തിങ്ക് ദ RAV4 ലോസ്റ്റ് വാട്ട് മേഡ് ഇറ്റ് യുണീക്ക്. ഇറ്റ് ബിക്കേം ജസ്റ്റ് അനദർ സോഫ്റ്റ് റോഡർ, ഒരു ജനറിക് കാറായി. ഇത് ആക്ച്വലി ഭയങ്കര സെയിൽസ് സക്സസ് ആയിരുന്നില്ല ഇനീഷ്യലി when it came out? Yes, so Toyota was planning to sell some 4,000 cars in a year when it came out. പക്ഷേ ഇറങ്ങിയ ഫസ്റ്റ് മന്ത് തന്നെ they sold 8,000. And ആ ഹാഫ് ഇയറിൽ എങ്ങാണ്ട് above 50,000 cars വിറ്റു. And it's been one of Toyota's most successful models all through. ഇത് ഈ മോഡൽ നിർത്തുന്നവരെ I think they've sold more than 2,500 അത്രയോ നല്ലൊരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് വിറ്റിട്ടുണ്ട് for those markets. And there was a study done by Toyota in the late 2010s. And അവർ പറഞ്ഞിരിക്കുന്നു over 90% of the Gen 1 RAV4 sold are still on the road. Any Toyota study അങ്ങനത്തെ അതും ശരിയാണ്. അവർ ചിലപ്പോൾ സ്റ്റഡി ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല. ബട്ട് ദാറ്റ്സ് എ ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്. ഞാൻ ഈ വണ്ടി മേടിക്കുന്നതിന് മുമ്പേ ഞാൻ പല ഫോറംസിലും ഓൺലൈനും എല്ലായിടത്തും പലപ്പോഴും നോക്കിയായിരുന്നു. ആൻഡ് all of the people who were reviewing these cars, as in owners who were reviewing these, എല്ലാവർക്കും 250,000 മൈൽസിലും മേലെ ഓടിയിട്ടുണ്ടായിരുന്നു. മൈൽസ്. അപ്പോൾ നമ്മുടെ യൂസേജ് എന്തായാലും അവിടെ മേലൊന്നും ഓടിച്ചെത്തില്ല എന്നുള്ളൊരു ഇതില്. പക്ഷേ there is so much life left. Exactly. Life barely running ആയിട്ടുള്ളൂ. It's not even hit 40,000 kilometers. So it's barely running. Good car to drive around and എല്ലായിടത്തും എല്ലാം നല്ല വിസിബിലിറ്റി ഉണ്ട്. I think it was a very clever design. ഈ 90s ഒരു typical quirky കാറാണ്, which I think the 2000s Japanese missed out. എനിക്ക് തോന്നുന്നു അതിനുശേഷം ജാപ്പനീസ് ട്രൈ ടു മേക്ക് കാർസ് ലൈക്ക് എവരിവൺ എൽസ്. എല്ലാവരും അവരുടെ ആ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഐഡന്റിറ്റി എന്തായിരുന്നു. ഈ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിൽ all the manufacturers had something interesting. ഇപ്പോൾ കോമ്പാക്ട് SUV എടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് Toyota had the RAV4, Mitsubishi Pajero, ചെറിയ Pajero 2 ടൈപ്പ് ഉണ്ടായിരുന്നു. So there are 3 types actually. ഒരെണ്ണം is the Pajero short wheelbase, നമ്മുടെ സാധാരണ ഇന്ത്യൻ ഇവിടെ കാണുന്ന Pajeroന്റെ short wheelbase. Then there is the Pajero Junior, which had the mini Pajero Junior, which had the smaller 660cc engine, 3-cylinder, and the Pinin. Pinin was not exactly a Mitsubishi. It was not a Mitsubishi. It was a hatchback. So again, Mitsubishi അങ്ങനെ ഉണ്ടായിരുന്നു. Daihatsu had the Terios. Toyotake RAV4 ഉണ്ടായിരുന്നു. What was Honda making then? Honda CR-V അന്ന് ചെറുതായിരുന്നു. I don't think they made anything smaller than that. Hondake ഇല്ല. Honda had a very funny looking SUV at the time. I think it was called the Honda Passport. Passport came after that. അതല്ലേ പിന്നെ HRV ആയിട്ട് പിന്നെ മാറിയത്. അതെ 90s തന്നെയല്ലേ പക്ഷേ Passport. I don't remember. Okay, I think it was something similar. I had spotted one for sale. In India. Just one. And I think Isuzu also had something at that time. അത് കഴിഞ്ഞവിടെ എല്ലാവരും മെയിൻ സ്ട്രീം കാർസിലോട്ട് പോയി.
and only Isuzu had something funky after that, Vehicross. V-Cross, yeah, okay. But otherwise ബാക്കി എല്ലാവരും അതിന്റെ സ്റ്റൈലിംഗ് ആയിരുന്നു അവര് DC-യുടെ ഒരു ഡിസൈനിൽ കോപ്പി ചെയ്തേക്കുന്നത്. yes, DC had a Sierra based on that. Yeah. I think purple color അല്ലേ, അങ്ങനത്തെ എന്തോ ഒരു കളറിലായിരുന്നു ആ വണ്ടി, ഒരു ഫങ്കി കളർ ആയിരുന്നു, 2 door. എനിക്ക് ആ സ്റ്റൈലിംഗ് ആ സീൻ ദാറ്റ് സംവെയർ അന്ന് എൻ്റെ മനസ്സിൽ ഇത് കിടപ്പുണ്ടായിരുന്നു, പക്ഷേ ഐ കുഡന്റ് പ്ലേസ് ഇറ്റ് എക്സാക്ട്ലി അത് പുള്ളി അവിടെ നിന്ന് എടുത്തതെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. Yeah, that was the Vehicross, loosely based on the Vehicross, I feel. And Auto India അതിൻ്റെ ഒരു ad ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതിലാ കാണാറ് ഇതെല്ലാം ഡിസൈൻസ്. DC at that time had ഒരു പേജ് രണ്ട് പേജ് ad where he had the ones that got away എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. All the cars that were done and not showcased maybe. അതിനകത്തൊരു 3-4 Sierras ഉണ്ടായിരുന്നു, നല്ലൊരു ജിപ്സി ഉണ്ടായിരുന്നു. There was a very nice Opel Astra painted yellow. Double barrel headlights, backil spoiler, rosy rims, നല്ല സ്റ്റാൻഡ്സ് ഒക്കെ ചെയ്തിട്ട് അന്ന് that was far ahead of its time. So coming back to the RAV4, what do you feel? I think this is one of the first times you're getting into this car, right? Yeah, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ബ്രീഫായിട്ട് ഓടിച്ചു and I loved it. എനിക്ക് ഓവറോൾ വിസിബിലിറ്റി ഇഷ്ടപ്പെട്ടു. യു ആർ സിറ്റിംഗ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര ചെറുതാണ്. എനിക്ക് അതാണ് ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. എല്ലായിടത്തും എത്താം നമുക്ക്. Take something from the back seat, നേരെ എടുത്താൽ മതി. Proportions are just right for city use. Yeah. And I've used this on the highway quite a bit. And Goa, Kochi, I've taken this to Chennai a couple of times, Bangalore. Okay. And it's been quite nice. Okay. So almost daily driven ആണല്ലേ? Almost daily driven, yes. Almost. ഇത് പ്രീ ഫേസ്ലിഫ്റ്റ് മോഡൽ അല്ലേ? This is the pre-facelift. ക്ലിയർ ലെൻസ് ആണ് ഇതിന്റെ 2000-ലാണ് facelift വരുന്നത്. Clear lens dual headlights ആണ്. Clear lens tail lights. ഇതിന് ആദ്യം ഞാൻ കാണുമ്പോൾ ഒരു ക്രാഷ് ഗാർഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഊരി വെച്ചു. അത് ക്ലീനർ ലുക്ക് കുറച്ചുകൂടെ ഒരു more JDM ഒരു ലുക്ക് ഉണ്ട്. So I thought of that use ചെയ്യാൻ. And കോൺട്രാസ്റ്റ് ബമ്പേഴ്സ് ഒക്കെ അന്നത്തെ പിന്നെ ഒരു 90s അന്നത്തെ 90s ട്രെൻഡ് ആണ്. ആ സൈഡിൽ വരുന്ന ആ ഒരു പാനൽസും ഐ തിങ്ക് ദോസ് വർ വെരി ട്രെൻഡി ബാക്ക് ഇൻ ദ ഡേ. ആൻഡ് ഒരു ആൾക്കാർക്ക് ഒരു ട്രഡീഷണൽ SUV ആയിട്ട് കണക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അത് ഐ തിങ്ക് അവർ കൊടുത്തിരിക്കുന്നത്. മറ്റേ വീലാർച്ച് തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങിയിട്ടില്ല. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ് അല്ലേ? യെസ്. സോ ഭയങ്കര ഗ്ലാസ് ഔട്ട് ഉണ്ട് അല്ലേ? വെരി 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 ബിഗ് ഗ്ലാസ് ഹൗസ്. ഓക്കെ, പേര് ഓടിക്കുമ്പോൾ അതാണ് രാത്രി ഷൂട്ട് വയ്ക്കാന്ന് പറഞ്ഞത്. വേറെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കുറച്ച് നല്ലോണം അടിക്കും, വലിയ പ്രോബ്ലമാണ്. ബട്ട് ഓക്കെ, AC is decent and കാർ ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എക്സ്റ്റേണലി വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്, എനിക്ക് ഈ വണ്ടി ആദ്യം സ്ട്രൈക്ക് ചെയ്തതിൻ്റെ സൈസാണ്. ഇറ്റ് ലുക്സ്, ഇപ്പോൾ ഫോട്ടോയിലും വീഡിയോയിലും ഇറ്റ് ലുക്സ് ആക്ച്വലി സ്ലൈറ്റ്ലി ബിഗർ ദാൻ വാട്ട് ഇറ്റ് ഇസ്. About 3.7 meters. 3.7. ഇന്നിപ്പോൾ കോമ്പാക്ട് SUV under 4 meter. Just under 4 meters ആക്കാൻ നോക്കുന്നു. 10% This is very comfortably at 3.7 meters. Not even trying to look bigger or smaller. ഒന്നുമില്ല. It's being itself at that size. Okay. And dual sunroof ഉണ്ട്. Dual sunroof and removable ആണ്. Removable. You can അങ്ങനെ remove, ഇതൊരു ഓപ്ഷനിലായിരുന്നു. സോ ഇത് ഫുൾ ഓപ്ഷൻ RAV4L മോഡലാണ്. സോ ഇതിന് നമുക്ക് ഈ സൺറൂഫ് അങ്ങനെ ഊരിയിട്ട് ബാക്കിൽ ഒരു റാക്ക് ഉണ്ട്, where you can store ബൂട്ടിൽ. ഓക്കെ, സ്റ്റോർ ചെയ്യാൻ. സോ അത് പുള്ളിക്കാരി ഓൾമോസ്റ്റ് ഒരു ടാർഗോ പോലെയാണല്ലേ നമ്മളൊരു. അതെ, ഗവൺമെന്റ് സ്റ്റാർട്ടിയാണ്. ആൻഡ് അതേപോലെ റൂഫ് ക്യാബിനിൽ വെക്കാനായിട്ടുള്ള സ്ലൈഡിംഗ് സ്ലോട്ട്സും ഉണ്ട്. സോ ആ കവേഴ്സ് തുറന്നു കഴിഞ്ഞാൽ you can just click fit a roof rack. സോ അന്നത്തെ ഒരു പ്രാക്ടിക്കാലിറ്റി, ഈ സൈസിൽ പറ്റാത്ത ഒരു പ്രാക്ടിക്കാലിറ്റി എല്ലാം ഉണ്ട്. ബട്ട് ഗുഡ് ടു ഡ്രൈവ് ഓൾസോ. ബാക്കിനും കുറേ പ്രത്യേകതകളുണ്ട്. അഗൈൻ വെരി ക്വർക്കി കാർ മൊത്തത്തിൽ. സോ ബാക്കിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നോട്ടീസ് ലോങ് റേഞ്ച് നോക്കുമ്പോൾ ഇസ് ദ മഡ് ഫ്ലാപ്സ്. മഡ് ഫ്ലാപ്പിന് എക്സോസ്റ്റിന്റെ ഒരു സ്ലോട്ട്, അത് വേറെ വണ്ടികളൊന്നും കണ്ടിട്ടില്ലാത്തൊരു ഡീറ്റെയിൽ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി വിചാരിച്ചു ഇത് ആരെങ്കിലും ഇങ്ങനെ മോഡിഫൈ ചെയ്തതായിരിക്കും. ഓക്കെ, പക്ഷേ നെറ്റിലൊക്കെ പോയി നോക്കിയപ്പോൾ ഇത് തന്നെയാണ് ഓപ്ഷൻ ആണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ് ഇൻ എ വേ. ആൻഡ് വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ടെയിൽ ലൈറ്റിന്റെ ഒരു ഇത് സിമെട്രിക്ക് വേണ്ടി കൊടുത്തേക്കണാണ് ഇപ്പോഴത്തെ പീസ് അല്ലേ? യെസ്. സോ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണെങ്കിൽ ഡോർ ഓപ്പൺ. ഓക്കെ, ഫ്രം ദാറ്റ് സൈഡ്. അപ്പോൾ ഹാൻഡിൽ അവിടെ വരും, ഇവിടെ വരും. രണ്ട് സൈസ് ആണല്ലേ, മറ്റേ കൂടി സൈസ് ആണ്. ഓക്കെ, അതുപോലെ ഇതും കുറച്ച് ഓഫ്സെറ്റ് ചെയ്ത് വെച്ചേക്കണോണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഈ സ്പെയർ വീൽ ഇവിടെ ഉള്ളതുകൊണ്ട് യു ഡോണ്ട് റിയലി നോട്ടീസ് ദാറ്റ് ഓക്കെ ടു മച്ച്. RAV4 ഓക്കെ, നേരത്തെ പറഞ്ഞു. L എന്താ? L എന്ന് പറഞ്ഞാൽ ഇസ് ദ ഫുൾ ഓപ്ഷൻ വേരിയന്റ്. ഓക്കെ. സോ RAV4 രണ്ട് വേർഷൻസ് ആണ് മെയിൻലി ഉണ്ടായിരുന്നത്. വൺ വാസ് RAV4J ആൻഡ് ദ RAV4L. ഓക്കെ.
സോ ഇതിൽ യു ഗോട്ട് സൺറൂഫ്, AC, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഓക്കെ, ഞാൻ ഇന്നലെ ഓടിച്ചപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ വൈപ്പറിന് ബാക്കിലത്തെ വൈപ്പറിന് ഇന്റർമീഡിയറ്റ് സ്പീഡ് ഉണ്ട്. വേറെ ഒരു വണ്ടിയിലും കണ്ടിട്ടുണ്ട്. വേറെ ടൊയോട്ട, ഐ തിങ്ക് ആ ടൈമിൽ നോട്ട് ജസ്റ്റ് ടൊയോട്ട, ഈവൻ ഓൾ ജാപ്പനീസ് കമ്പനീസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫണ്ട്. എന്തെങ്കിലും ഒരു ക്യൂർക്കി ഫീച്ചർ അന്ന് അവർ കൊടുക്കുമായിരുന്നു അല്ലേ? നമ്മൾ പഴയ LS400 ലെക്സസിലൊക്കെ നോക്കിയാ നമ്മുടെ വിൻഡോ AC പോലെ AC വെന്റ്സ് വുഡ് ഗോ ലെഫ്റ്റ്. വെന്റിന്റെ ട്രൂ. അതേപോലെ സീറ്റ് ബെൽറ്റ്സിന് ഇലക്ട്രിക്കൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അന്ന് കുറെ ഫീച്ചേഴ്സ് കൊടുക്കും. ഈവൻ സുസുക്കി അറ്റ് ദാറ്റ് ടൈം ടർബോ ഉള്ള വണ്ടികൾക്ക്, സുസുക്കി ആൻഡ് ടൊയോട്ട, ടർബോ കിക്ക് ഇൻ ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിൽ ലൈറ്റ് കത്തും. ഓക്കെ, ഗ്രീൻ ലൈറ്റിൽ ടർബോ എന്ന് കാണിച്ചുകൊണ്ട്. ഓക്കെ, സോ ജാപ്സ് വർ ഹാവിങ് ഫൺ. ഇത് ജാപ്സ് പറഞ്ഞപ്പോഴാണ് ടൊയോന്റെ ഒറിജിനൽ ടയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ടയറാണ് എനിക്ക് കിട്ടുമ്പോൾ 27,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ ടയർസും ഒറിജിനൽ ആയിരുന്നു. പിന്നീടും സേഫ്റ്റിക്ക് വേണ്ടി മാറ്റിയതായിരിക്കും പഴയ ടയർ ആയതുകൊണ്ട്. ഇത് പിന്നെ ഒരു പോസ്റ്റർ ഞാൻ വെച്ചു, ഒറിജിനൽ ടയർ ഇരുന്നോട്ടെ. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഡിക്കി ആക്ച്വലി ഇത്രയും താഴെ വരെ ഓപ്പൺ ആകും അല്ലേ? ലോഡിംഗ് ബേ എന്ന് പറഞ്ഞാൽ വെരി വെരി പ്രാക്ടിക്കൽ കാർ. ഡിക്കി മാത്രമല്ല, ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ. നമുക്ക് സാധനങ്ങൾ കയറ്റാനാണെങ്കിലും സീറ്റ്സ് ഡബിൾ ഫോൾഡ്. ഓക്കെ, ബേസും കൂടി ലിഫ്റ്റ് ആവും. ഇറ്റ് ഹാവ്സ് എ ഫെയർലി ഒരു യൂസബിൾ സ്ക്വയർ ലഗേജ് ബേ ആണ്. ഓക്കെ, സ്മോൾ കാറാണ് പക്ഷെ അത്യാവശ്യം ഐ തിങ്ക് പ്രാക്ടിക്കൽ ആണ്. ക്വൈറ്റ് പ്രാക്ടിക്കൽ അല്ലേ? നമ്മൾ റീസെന്റ് ഒരു സൈക്കിൾ ഇതിനകത്ത് ക്യാരി ചെയ്തു, ഓർമ്മയുണ്ട്? സോ ഇന്ത്യയിലത്തെ ഒരു വെരി ഫേമസ് ഹാച്ച് ബാക്കിൽ നമ്മൾ പറ്റിയില്ല, സൈക്കിൾ അത് കയറ്റാൻ നോക്കിയിട്ട് we had to dismantle that into pieces. എന്നിട്ടാണ് ഒരു വിധം കയറിയത്. ഇതിനകത്ത് ഈവൻ ദോ ദിസ് ഇസ് സ്മോളർ, ഇതിനകത്ത് കയറി എങ്ങനെയോ കയറി. സോ യൂസബിൾ സ്പേസ് ഐ തിങ്ക് നല്ലോണം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഈ ഒരു ഡിസൈനും ഈ ഒരു സൈസും വെച്ചിട്ട് they have used the space quite well. ഒരുവിധം അന്നത്തെ ഒരു റെട്രോ തീമും എല്ലാം നിൽക്കണ്ട. അന്ന് മോഡേൺ ആണ്, ബ്ലാക്ക് ആൻഡ് ഗ്രേ. അന്ന് ഈ ബേജിന്റെ ഒരു ക്രേസ് തുടങ്ങിയിട്ടില്ല. സോ വെരി സിമ്പിൾ ഡാഷ്ബോർഡ്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, നല്ല ലൊക്കേഷൻ ആണ് അതിന്റെ. 4 കപ്പ് ഹോൾഡർ ഉണ്ട്, 4 സീറ്റും 4 കപ്പ് ഹോൾഡറും. കാറിന്റെ പ്രയോറിറ്റീസ് ആർ വെരി റൈറ്റ്. സോ ഇതിനകത്ത് 2 ടൈപ്പിൽ വന്നിരുന്നു. സോ ചില കാർസ് ഹാഡ് എ സ്റ്റീരിയോ ഹിയർ ആൻഡ് ഈ ഒരു കൺസോൾ ഉണ്ടായിരുന്നില്ല. സോ ഇത് ഈ L മോഡൽ ആയതുകൊണ്ട് ഇതിന് ഇവിടെ കൺസോളും ഇവിടെ ഒരു സ്റ്റീരിയോ ഉണ്ട്, ഇവിടെ ഒരു കബി ഹോൾ ആയിട്ട് മാറി. സോ ഇതിന് ഒറിജിനലി വന്നത് ഒരു കാസറ്റ് പ്ലെയർ ആണ്, ടൊയോട്ടയുടെ കാസറ്റ് പ്ലെയർ ആണ്. സോ ദാറ്റ് ഇസ് റിമൂവ്ഡ് ആൻഡ് കെപ്റ്റ് സേഫ്ലി. മോഡേൺ ഒരു ചെറിയൊരു അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ ഐ ഹവ് ഡൺ ദിസ്. നല്ല ചങ്കി ഗിയർ ലിവർ, വെരി ചങ്കി. ആൻഡ് ഇതിനകത്ത് തന്നെ ഓവർ ഡ്രൈവ് ഓഫ് സ്വിച്ചും ഉണ്ട്. ഇവിടെയൊക്കെ ജാപ്പനീസ് ഷിഫ്റ്റ് ലോക്കിന്റെ എല്ലാം ജാപ്പനീസിലാണ്. വെരി JDM ആണ്, എവ്രിവെയർ ഓൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം ജാപ്പനീസിലാണ്. ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു സാധനമുണ്ട്. എന്താണ്? എയർ വെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, കൂടാണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു എയർ വെന്റ് ഉണ്ട്. ദിസ് ഇസ് ആക്ച്വലി ഇൻക്രെഡിബിളി യൂസ്ഫുൾ. നമ്മളിങ്ങനെ കാണുമ്പോൾ അത് അറിയില്ല, പക്ഷെ യു ഗെറ്റ് ഓൾ ത്രൂ യുവർ ബോഡി നല്ലൊരു ബ്ലോ കിട്ടും. ഇപ്പൊ എല്ലാ വണ്ടിക്കും മറ്റേ വെന്റിലേറ്റഡ് സീറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. റിവേഴ്സ് വെന്റിലേഷൻ, ബട്ട് യാ ഇറ്റ് വർക്ക്സ്. യു കൻ ഷട്ട് ഇറ്റ് ഓഫ്. അവിടെ ഒരു വെന്റിന്റെ ആവശ്യം അത് ടൊയോട്ടയും ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ടിൽ സ്റ്റിയറിംഗും കോളം ഉണ്ടായിരുന്നു. സ്റ്റിയറിംഗ് എനിക്ക് ആ മറ്റേ ബേസ് മോഡൽ ക്വാലിസിലൊക്കെ ഉണ്ടായിരുന്ന ആ ഷേപ്പിന് ഇന്നോവ ക്വാളിസ് ആയ 2-spoke steering. ബേസ് മോഡൽ ഇന്നോവ. സോ ഐ തിങ്ക് നമ്മൾ അത് വേ അറൗണ്ടാണ് പറയേണ്ടത്. ഇന്നോവയ്ക്ക് മറ്റേ RAV4ന്റെ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. സോ ഇതിനോട് ഡയമീറ്റർ ഉണ്ടായിരുന്നു അല്ലേ? ഇന്നോവ കുറച്ചുകൂടി വലുതായിരുന്നു. ഇതിൽ 2 ടൈപ്പ് സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്, ദിസ് വൺ ആൻഡ് ഒരു 4-spoke സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് ദിസ് ഏർലിയർ കാർസ് കെയിം വിത്ത് ദിസ് ആൻഡ് ദ ലേറ്റർ കാർസ് ഹാഡ് ദ 4-spoke. ഇതിൽ നമ്മുടെ ഒരു ബെലിനോ ഒക്കെ ഓർമ്മ വരുന്ന ഒരു AC കാലത്ത് നിങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ്. സോ ഇതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. സോ ദീസ് 2 switches. മനു എന്നൊക്കെ എഴുതിയേക്കണം, നമ്മുടെ മനുവാണ് പേഴ്സണലി നമുക്ക് മനുവിനെ വിളിക്കാനായിട്ട് 1 touch button. സോ ദിസ് ഈസ് എ പവർ മോഡ്. പവർ മോഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലൈറ്റ് എത്തും. പവർ കൂടൂല. സോ പവർ കൂടും ഇഫ് യു പ്രസ് ദ പവർ മോഡ്. അപ്പോൾ ECTS പവർ എന്നുള്ള ഈ നോട്ടിഫിക്കേഷൻ ഉണ്ട് ഇവിടെ. സോ അത് ട്രാൻസ്മിഷന്റെ ഷിഫ്റ്റ് പോയിന്റ്സ് കുറച്ചുകൂടി അഗ്രസീവ് ആക്കും. ആ മാപ്പിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇറ്റ് ഹോൾഡ്സ് ഓൺ ഗിയേഴ്സ് ലോങ്ങർ. സോ ഒരു നോട്ടീസബിൾ ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഈ പവർ മോഡ്. പവറും സ്നോയും ആണ്, ഇതിലും ഇത് മാനുവൽ മോഡാണ്. സോ ഈ മാനുവൽ മോഡ് ഹോൾഡ്സ് ഗിയേഴ്സ് ഫോർ ലോങ്ങർ. നമ്മൾ ഏതെങ്കിലും ഒരു ഗിയറിൽ ഇട്ടിട്ട് ഇഫ് യു ആർ ഹോൾഡിംഗ് ഇറ്റ് ഇൻ മാനുവൽ ഇറ്റ് വിൽ സ്റ്റേ ഓൺ ദാറ്റ് ഗിയർ. മാക്സിമം പ്രസ് ചെയ്ത്
അപ്പോൾ ഷിഫ്റ്റ് ചെയ്യില്ല ഷിഫ്റ്റ് ചെയ്യില്ല. സോ കുറച്ച് സ്പോർട്ടി ഡ്രൈവിംഗ് ഓർ ഓഫ് റോഡ് സിറ്റുവേഷൻസിൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ഓക്കെ. ആൻഡ് ഇത് എല്ലാം കൂടാണ്ട് ഇവിടെ ഈ ഓവർ ഡ്രൈവ് ഓഫ് ബട്ടൺ കഴിഞ്ഞാൽ പവർ ക്യാൻസൽ ആവും അല്ലേ? അതെ, മാനുവലിട്ട് പവർ ക്യാൻസൽ ആവും. ഇതെല്ലാം കൂടാണ്ട് ഇതിന് ഇവിടെ ഒരു ഓവർ ഡ്രൈവ് ഓഫ് ബട്ടണും ഉണ്ട്. ഓക്കെ. സോ നമ്മൾ ടോപ്പ് ഗിയറിൽ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രസ് ടോപ്പ് ഗിയർ പൺ നോട്ട് ഇൻറ്റൻറ്റഡ്, ബട്ട് അതിൽ ടോപ്പ് ഗിയറിലാണ് ക്രൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു പ്രസ് ദി ഓവർ ഡ്രൈവ് ബട്ടൺ, ഇറ്റ് ഡൗൺ ഷിഫ്റ്റ് 1 ഗിയർ. ഓക്കെ. ആൻഡ് നമുക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് കിട്ടും. സോ സാധാരണ ഈ ഒരു പഴയ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് എല്ലാം കുറച്ചുകൂടെ ഇത് തന്നെ വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട്. സോ ഒരു ഫ്യൂൽ എക്കോണമിക്ക് വേണ്ടി ദേ ഓൾവേസ് ഷിഫ്റ്റ് അപ്പ് ആൻഡ് ഫ്രീ വീൽ ചെയ്യും. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓവർ ഡ്രൈവ് ഓഫും യൂസ് ചെയ്യാം. ഓക്കെ. ഞാൻ ഈ ടോപ്പ് ആഡ് ശ്രദ്ധിച്ചത് അതിന് ഓൾമോസ്റ്റ് ഒരു ഇത്രയും ഉണ്ട്, അതുകൂടാണ്ട് ബാക്കിലൊരു സെപ്പറേഷൻ ഉണ്ട് അല്ലേ? സോ നമ്മൾ ആ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ യു വിൽ റിയലൈസ് ദാറ്റ് ആ ഡോർ പോക്കറ്റ്, ആ സെപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിലത്തെ ഭാഗം ഈസ് യൂസബിൾ ഫോർ ദ റിയർ പാസഞ്ചർ. അതെ, അത് മാത്രമല്ല നമ്മൾ ബാക്കിൽ എന്തെങ്കിലും സാധനം അവിടെ ഇട്ട് കഴിയുമ്പോൾ ഇറ്റ് ഡസൻ റോൾ ഓൾ ദ വേ ടു ദ ഫ്രണ്ട്. സോ അതിന് ഭയങ്കര യൂസ്ഫുൾ ആണ്. ആൻഡ് ദീസ് ഗ്രാബ് ഹാൻഡിൽസ് നമുക്ക് അത് അടയ്ക്കാനും ഭയങ്കര എളുപ്പമാണ്. ആൻഡ് ദേ പെർഫെക്റ്റ് ടു റെസ്റ്റ് യുവർ ആംസ് ആണ്. കറക്റ്റ് പൊസിഷൻ ആംറെസ്റ്റും കൂടിയാണ്. സോ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഈ 2 റൂഫും റിമൂവബിൾ ആണ്. ഇതൊരു ഫുള്ളി മാനുവൽ ഓപ്പറേഷൻ ആണ്. സോ ഈ 2 സ്വിച്ചസ് ഈ സൈഡിലത്തെ ഞെക്കുക ആൻഡ് യു കെൻ ജസ്റ്റ് പോപ്പ് ദീസ് ഔട്ട്. ഇങ്ങനെ ഒരു ആൻഡ് യു കെൻ ടേക്ക് ഇറ്റ് ഔട്ട്. അത്ര വലിയ ഹെവി അല്ല. ആൻഡ് ദ സൺറൂഫ് ഇസ് മാസിവ്. നമുക്ക് ബാക്ക് സൈഡിൽ ഇരിക്കാം. സർപ്രൈസിംഗ്ലി കംഫർട്ടബിൾ നോ? അതെ, വിചാരിച്ചേക്കാളും സ്പേസ് ഉണ്ട്. ഈവൻ ഇഫ് യു പുൾ ദ സീറ്റ് ബാക്ക് നമുക്ക് ഇരിക്കാൻ ക്വൈറ്റ് കംഫർട്ടബിൾ. കപ്പ് ഹോൾഡേഴ്സ് കറക്റ്റ് പൊസിഷനിലാണ്. ഞാൻ ഫുൾ സൈസ് ബോട്ടിൽ കയറും. ആൻഡ് ഞാനിതിൽ ആക്ച്വലി നോട്ടീസ് ചെയ്തത് ഇതിന്റെ വീൽ ആർച്ചസ് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കറക്റ്റ് പൊസിഷനിലാണ്. നമ്മൾ താറിൽ മിസ് ചെയ്യുന്ന ഒരു സാധനം അതാണ്. സോ ആ സ്പേസും യൂസബിൾ ആണ്. അതൊരു കബി ഹോൾസ് ഉണ്ട് അവിടെ 2 സൈഡിലും നമുക്ക് ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് ദിസ് സൈഡ് ആസ് എ ലോങ്ങർ വൺ. ആൻഡ് ഇതിനകത്തൊരു മോസ്റ്റ് യൂണിക് ഫീച്ചർ, നമ്മളിവിടെ ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ട്, ഒരു ത്രെഡ് കാണുന്നുണ്ട്. ഇഫ് യു പുൾ ഓൺ ദാറ്റ് സീറ്റ്സ് ഫുൾ റിക്ലൈൻ ചെയ്യും. അത് കൊള്ളാലോ. യു ക്യാൻ റിക്ലൈൻ ദ സീറ്റ്സ് ഫുള്ളി. ആൻഡ് ഇത് ഈ ഫ്രണ്ട് സീറ്റിനോട് ചേർത്ത് യു ക്യാൻ മേക്ക് ഇറ്റ് എ ബെഡ്. അങ്ങനെ ഫുൾ ഫ്ലാറ്റ് ചെയ്ത് യു ക്യാൻ മേക്ക് ഇറ്റ് എ ബെഡ്. ഓക്കേ, ദാറ്റ്സ് നോട്ട് ബാഡ്. കൊള്ളാം. സോ ഇത് ബട്ടർഫ്ലൈ വിൻഡോസ് അല്ലേ? തുറക്കാലോ. 2 സൈഡും തുറക്കാൻ പറ്റുന്ന ബട്ടർഫ്ലൈ വിൻഡോസ് ആണ്. കുറച്ചൊരു വെന്റിലേഷൻ യു ക്യാൻ യൂസ് ദാറ്റ് പ്ലസ് ഇഫ് യു ആർ ലീവിംഗ് ദ സൺറൂഫ് ഓപ്പൺ, വെരി കംഫർട്ടബിൾ പ്ലേസ് ടു ബി ഇൻ. സ്പീക്കേഴ്സ് ആർ പൊസിഷൻഡ് റൈറ്റ് ഹിയർ. ബാക്കിൽ ആഷ്ട്രേ. റൂമിയാണല്ലേ, ഒരു ചെറിയ നമ്മൾ അത് അകത്തിരുന്ന് കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ വണ്ടിയിലാണെന്നുള്ളൊരു ഫീലിംഗ് അത്രയില്ല. വെരി കംഫർട്ടബിൾ. ഇത് വെച്ചിട്ടും ഡീസൻറ്റ് ലഗേജ് സ്പേസ് ഉണ്ട്. ആൻഡ് ആ ഒരു ചെറിയ ടാബ് കണ്ടോ സീറ്റിൻ്റെ ഇടയ്ക്ക്? സോ നമ്മളിപ്പോൾ ഇഫ് യു ഹാവ് ക്ലോസ് ദാറ്റ് സീറ്റ് കംപ്ലീറ്റ്ലി, അത് ബാക്കിൽ നിന്ന് കാല് വെച്ചിട്ട് തന്നെ ഇങ്ങനെ തള്ളിവിടാം. കാല് വെച്ചിട്ട് അങ്ങനെ തള്ളിവിടാം. വൺ മോഷനിൽ തന്നെ യു ക്യാൻ സെൻഡ് ഇറ്റ് ഔട്ട്. ആൻഡ് ഈ ഡോറ്, ഈ ഹാൻഡിൽസ് ഇങ്ങനത്തെ ലോങ് ആയതുകൊണ്ട് യു ക്യാൻ ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് അടച്ചിടാം. അതെ, ആൻഡ് ക്വൈറ്റ് കംഫർട്ടബിൾ ടു ബി ഇൻ ഓൾസോ. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റോറി. എനിക്കിതിൽ വലിയ സ്റ്റോറി ഒന്നുമില്ല ഇത് കിട്ടിയതിന്. ഞാൻ നല്ല വിളിച്ച് ചോദിച്ചു, ഇന്ന് കാലത്ത് കിട്ടി. പക്ഷേ ടൊയോട്ട വണ്ടി ഉണ്ടാക്കിയതും അതുപോലെയാണല്ലോ, വെരി ക്വിക്ക് പ്രൊഡക്റ്റ് ആണല്ലോ. അതെ. വൈ ഡു യു തിങ്ക് എ കമ്പനി ലൈക്ക് ടൊയോട്ട ഡിഡ് സംതിങ് ലൈക്ക് ദിസ്? സി ഇറ്റ്സ് ലൈക്ക് എ സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ടൊയോട്ടയ്ക്ക് സ്വന്തമായൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ടൊയോട്ട ഇസ് ദിസ് ഓൾ ഓട്ടോമോട്ടീവ് ജയൻറ്റ്. ദേ ക്യാൻ ബിൽഡ് എനിത്തിങ്. പക്ഷെ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ഇന്ത്യ ഇപ്പോൾ പെട്ടെന്നൊരു കമ്മിറ്റ് ചെയ്തിട്ട് ഒരു പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവരണമെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. വെറാസ് ഇതൊരു മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റാണ്. ആൻഡ് ദേ ഹാവ് ദിസ് ടൈ അപ്പ് വിത്ത് സുസുക്കി. ഗ്ലോബൽ ലെവലിൽ തന്നെ ഉണ്ട്. BMW ഉണ്ട്, സുബാരു ഉണ്ട്, എല്ലാ കമ്പനീസായിട്ടും ടൊയോട്ടയ്ക്ക് ടൈപ്പ് ഉണ്ട്. സോ ഇവരുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് റാദർ ദാൻ ഡെവലപ്പിംഗ് സംതിങ് ഫ്രം ഗ്രൗണ്ട്സ് അപ്പ്, അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരാതെ ദിസ് മേക്സ് സെൻസ്. കാരണം ഇത് ദേ ഗെറ്റ് എ ഗുഡ് മാർജിൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു റീറ്റെയിലിന് തൊട്ട് താഴെ അവർക്ക് മേടിക്കാൻ കിട്ടും. ആൻഡ് ടൊയോട്ട ഈസ് സെല്ലിംഗ് അറ്റ് എ സ്ലൈറ്റ് പ്രീമിയം. പക്ഷെ അതിന് യു ഗെറ്റ് മോർ വാറണ്ടി ഉണ്ട്, ബെറ്റർ സർവീസ് ഇൻ എ വേ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് മേക്സ് സെൻസ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ 2 പ്രോഡക്ട്സും, സോ ഞാനിപ്പോൾ നോക്കി, സോ
ലാസ്റ്റ് മന്ത് മാരുതിയുടെ ഡെസ്പാച്ചിൻ്റെ അതിൽ OEM സെയിൽസിൻ്റെ നമ്പേഴ്സ് വേറെ അറൗണ്ട് 5,600 സംതിങ് കാർസ്. അപ്പോൾ അതിൽ വി എക്സ്പെക്ട് ഹാഫ് ഓഫ് ദം ടു ബി ഗ്ലാൻസേഴ്സ് ആൻഡ് ഹാഫ് ടു ബി അർബൻ ക്രൂസേഴ്സ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടൊയോട്ട ഈസ് ദ ബിഗ്ഗസ്റ്റ് കസ്റ്റമർ ഫോർ മാരുതി. ട്രൂ അല്ലേ? 2000 കാറിൻ്റെ മുകളിൽ ഓരോ മാസം വെച്ച് മേടിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദാറ്റ് മേക്സ് സെൻസ്. ആൻഡ് ഇപ്പോഴത്തെ ഒരു മോഡേൺ കാർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ഇറ്റ്സ് അറൗണ്ട് ഒരു 1,000 to 2,000 crores വരും ഡിപ്പെൻഡിങ് ഓൺ ഹൗ യു വാണ്ട് ഇറ്റ്. ഇതിപ്പോൾ മാർക്കറ്റ് ചെയ്യേണ്ട കോസ്റ്റ് ഉണ്ടാവും കൊണ്ടുവരുന്നതിൻ്റെ. ആൻഡ് യു മൈറ്റ് ബി സർപ്രൈസ് കാരണം ഇതിൽ എവറിത്തിങ് ഈസ് മെയ്ഡ് അറ്റ് മാരുതി. ഈവൻ ദാറ്റ് ടൊയോട്ട ലോഗോ ഹാസ് എ മാരുതി പാർട്ട് നമ്പർ. പക്ഷേ ദാറ്റ് വർക്ക്സ് ഇൻ എ വേ. ഐ തിങ്ക് ഇക്കാലത്ത് വൈറ്റ് ലേബലിംഗ് ഓഫ് ഗുഡ്സ് ഇസ് കോമൺ. ഇറ്റ്സ് കോമൺ. ഇപ്പോൾ നമ്മൾ ഫോൺ മേടിക്കുകയാണെങ്കിലും ഇറ്റ്സ് മെയ്ഡ് ബൈ സമ്മൺ എൽസ്. ഓരോ ബ്രാൻഡിൽ വിൽക്കുന്നുള്ളൂ. എവറിത്തിങ്. There is somebody making for somebody. So I think I think that makes Toyota cleverer than any other manufacturer. അല്ലേ? അതെ. ഒരു and honestly speaking ഒരു half hearted attemptനെ കാട്ടിലും നല്ലത് I think is something like this at least. ഒരു proven product ആണ്. Proven product ആണ്. And I think Toyota will be back with more interesting. Quite smooth അല്ലേ? നല്ല സ്മൂത്ത് അല്ലേ? വെരി സ്മൂത്ത്. ഇപ്പം എങ്ങനെയുണ്ട് മോഡേൺ കാറിലേക്കുള്ള സ്വിച്ച്? നല്ല ഡിഫറൻസ് ഉണ്ട്. റിഫൈൻമെന്റ് ആണ്. റിഫൈൻമെന്റ്. The first thing that you notice is that ഇതിൻ്റെ ഒരു ലോങ്ങർ വീൽ ബേസും കാരണം കംഫർട്ട് ലെവൽസ് ആർ സ്ലൈറ്റ്ലി ഹയർ ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ ഈസ് വേ ബെറ്റർ. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു പുതിയ വണ്ടി പഴയ വണ്ടി നമ്മളെപ്പോഴും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. റൈറ്റ്? എനിക്ക് ആ 80-ലുള്ള ബീപ്പില്ല കേട്ടോ. സോ എന്താണോ ഇങ്ങനെന്നുള്ളതാണ് 80-ലുള്ളത് പിന്നെ സഹിക്കാൻ പറ്റും. 20+ ഉള്ള സാധനമാണ്. ഭയങ്കര നമ്മളങ്ങനെ ഓടിക്കാറില്ല. അതെ, ഒരു വണ്ടി അങ്ങനെ പോകാറില്ല. പക്ഷെ കൊള്ളാം. ഐ എം ആക്ച്വലി പ്ലസന്റ്ലി സർപ്രൈസ്ഡ്. ഗിയർ ബോക്സ് ഭയങ്കര സ്മൂത്ത് ആണ്. അതാണ് ഇപ്പൊ 4 സ്പീഡ് ആണ്. ഓൺ പേപ്പർ ഇറ്റ് ഡസന്റ് സൗണ്ട് ദാറ്റ് ഇംപ്രസീവ്. പക്ഷേ റിയൽ വേൾഡിൽ വലിയ വ്യത്യാസമില്ല. ഇറ്റ് ഡസന്റ് മാറ്റർ. ആൻഡ് ചെക്ക് ഔട്ട് ദ ഫ്യൂൽ എഫിഷ്യൻസി ദാറ്റ് വി ആർ ഗെറ്റിംഗ്. നമ്മൾ വിചാരിക്കും എഞ്ചിൻ എഫിഷ്യൻസി ഇല്ല. അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് Oh, this is crazy. Yeah, 18+ ഈസിലി ഹൈവേയിലൊക്കെ ഓൺ ആൻ ആവറേജ്. ഞാൻ എറണാകുളത്തൊക്കെ പോയി ഒരു മിനിറ്റ് ഐ തിങ്ക് 16-ന്റെ അടുത്തൊക്കെ വേണേ കിട്ടും. That's great. And അതിലൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഇപ്പം എല്ലാവരും ഈ വണ്ടിയിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ടർബോ പെട്രോൾ അല്ല, DSG ട്രാൻസ്മിഷൻ ഇല്ല. അതിൻ്റെ അതർ സൈഡ് ഇസ് ദാറ്റ് കോംപ്ലക്സിറ്റി ഇല്ല. ഇങ്ങനെ ഓടിക്കോളും വർഷാവർഷം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മെയിൻ്റനൻസിനെ കുറിച്ച് പേടിക്കേണ്ട. വെരി ഈസി. ട്രാഫിക്കിൽ ഗിയർ ബോക്സ് ഓവർ ഹീറ്റ് ആവുമോ അതും പേടിക്കണ്ട. ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ ട്രാഫിക്. ആക്ച്വലി കമ്മ്യൂട്ടിങ്ങിനാണ് അത് കുറച്ചുകൂടി ഐഡിയൽ. അതെ. ആൻഡ് ഇതൊരു പ്രോവൺ കോമ്പിനേഷൻ ആണ്. ലാർജ് എൻജിൻ, സിമ്പിൾ ടോർക്ക് കൺവേർട്ടർ, ഗിയർ ബോക്സ്. റൈറ്റ്? ഇതിനകത്ത് കിടയിൽ പോകാനൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓൾമോസ്റ്റ് റിലാക്സ്ഡ് ആണ്. ഇപ്പോൾ ഇഫ് യു ടേക്ക് എ 1 ലിറ്റർ ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടികളിലും ടർബോ പെട്രോൾ ഒക്കെ നോക്കിയാൽ ദാറ്റ് എഞ്ചിൻ ഹാസ് ടു വർക്ക് ഹാർഡ് ഫോർ ദാറ്റ്. അതെ. ഇപ്പം ഇതിനൊന്നുമില്ല. ഇതിന് വെറുതെ ചുമ്മാ ഇറ്റ് വിൽ ജസ്റ്റ് ചഗ് അലോങ് ദ ഹോൾ ഡേ. ഗിയർ ബോക്സിൽ ഏറ്റവും ലേസിയസ്റ്റ് സെറ്റിംഗിൽ കിടക്കും. നമുക്ക് ഈ ടർബോ സ്പൂൾ ചെയ്യുന്ന RPM മേലെ നിന്നാലേ പവർ ഉള്ളൂ. അതുവരെ ലാഗ്, ആ ഒരു ഒരു സിറ്റി കാറിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിറ്റി കാറെന്നല്ല. അതൊക്കെ നമ്മൾ വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ഐ ഡോണ്ട് തിങ്ക് പെട്രോൾ വണ്ടികൾ നമ്മൾ അങ്ങനെ ഫുൾ ടൈം ഓടിക്കും എന്നുള്ളത്, എസ്പെഷ്യലി ഇൻ SUV. ഇല്ല. ഡീസൽ ഡെഫിനറ്റ്ലി നല്ലൊരു ടർബോ ഡീസൽ വിത്ത് നൈസ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഐ വുഡ് ലവ് ടു ഹാവ്. പക്ഷേ പെട്രോളിൽ ചെറിയ 3 സിലിണ്ടർ എഞ്ചിനകത്ത് ഇത്രയും നമ്മൾ അതിനെ പ്രഷർ ചെയ്ത് ഐ ഡോണ്ട് തിങ്ക്. ആൻഡ് ഡിഡ് യു നോട്ടീസ് സംതിങ്? നമ്മൾ ഇവിടെയൊക്കെ നേരത്തെ എന്തൊരു ബമ്പി ആയിരുന്നു എന്നുള്ളത്. The ride is very good actually on this car. Surprisingly good. Bigger tires, I think taller tires. Tall tires. പിന്നെ ഫേസ് ലിഫ്റ്റിൽ ദാറ്റ് പ്രസൈഡ് കമ്പയർ ചെയ്യാണ്. പ്രസ ഹാഡ് എ സ്റ്റിഫർ സെറ്റപ്പ്. അതിപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. This is very nice. It's comfy. It's very comfy. നല്ല seats ആണ്. And visibility is quite good. Okay, not as good as a RAV4. I give you that. Because but then again അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് രണ്ട് കാലഘട്ടമാണല്ലോ. അതെ, സേഫ്റ്റി നോംസ് കാരണം യു ഹാവ് ടു മേക്ക് ദ പില്ലേഴ്സ് ബിഗർ, ഡോർ പാഡ്സ് ഹാവ് ടു ബി തിക്കർ. ഓക്കേ. അതിന് എയർ ബാഗ്സ് ഉണ്ടായിരുന്നോ? എയർ ബാഗ്സ് ഓപ്ഷനിലായിരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ. ഓക്കേ. എൻ്റെ വണ്ടിക്കില്ല. ABS ഉണ്ടോ? ABS ഇല്ല. We should insert that quote. അപ്പോൾ ഞാനിപ്പോൾ quote ഇൻസേർട്ട് ചെയ്യുന്നില്ല. ബട്ട് you know what I mean. അപ്പോൾ ഇതിനകത്ത് ABS-ഉം എയർ ബാഗ്സും വന്നിട്ടുള്ളൊരു വേർഷൻ ഉണ്ടായിരുന്നു. ഓക്കെ.
ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാനുവൽ വണ്ടി എന്ന് പറഞ്ഞു, അതിനകത്ത് എയർ ബാഗ്സും ABS ഉണ്ടായിരുന്നു. ഓക്കെ, ഫേസ് ലിഫ്റ്റിന് ശേഷമാണോ? അല്ല, ദാറ്റ് വാസ് ഓൾസോ പ്രീ ഫേസ് ലിഫ്റ്റ്. ഓക്കെ, ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഐ തിങ്ക് 99 ഓക്കെ, they had the airbags and ABS option ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര വലിയ പമ്പായിരുന്നില്ലേ? അറിഞ്ഞ പോലും ഇല്ല. That's quite nice. പിന്നെ if the shifts are smooth, ഇതിൽ എത്ര ഗിയർ ഉണ്ടെന്ന് 4 ഗിയർ ഉണ്ടെന്നുള്ള നമ്മൾ അറിയാനേ doesn't really matter. കാർ പണി ചെയ്തോളൂല്ലോ, അതിനാണല്ലോ നമ്മൾ ഓട്ടോമാറ്റിക് മേടിക്കുന്നത്. ആൻഡ് കൺസിഡറിങ് നോർമൽ സ്പീഡ്സിലൊക്കെ യു വിൽ ബീൻ എന്താ പറയുക 4th ഗിയറിൽ നേരത്തെ എത്തും ആൻഡ് യു വിൽ ക്രൂസിലാവും. അന്നേരം വലിയ കുഴപ്പമില്ലാണ്ട് ആൻഡ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. വലിയ നോയ്സിയും അല്ല. സോ ഇഫ് ഐ പുട്ട് മൈ ഫുട്ട് ഡൗൺ മാക്സിമം സൗണ്ട് ഇത്രേ ഉള്ളൂ. നോട്ട് ബാഡ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു CVT എഞ്ചിൻ്റെ ഒന്നും പോലെ അങ്ങനെ സ്ട്രെയിൻ തോന്നുന്നില്ല. ഇറ്റ്സ് ലൈക്ക് എ പ്രോഗ്രസീവ് ഓട്ടോമാറ്റിക്. Shifts are smooth, even flat out the shifts are quite smooth. And we are picking out quite some speed like. അതെ, CVT ഈ സമയത്താണെങ്കിൽ would be screaming at the top of his guts. അപ്പോൾ അതൊന്നുമില്ല. I'm actually liking this car. കൊള്ളാം. Contrary to popular opinion. No, I think this will sell. കാരണം ടൊയോട്ടയ്ക്ക് ഇപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ദേ പ്രിഫർ സംതിങ് ലൈക്ക് ദിസ്. എപ്പോഴും ഒരു സെഡേറ്റ് വണ്ടിയാണ്. കയറാൻ ഇറങ്ങാൻ എളുപ്പമുണ്ട്, വിസിബിലിറ്റി ഉണ്ട്, ആൻഡ് സിമ്പിൾ ആണ്. ഡാഷ്ബോർഡ് എവറിത്തിങ് ഒന്നുമില്ല, ഭയങ്കര ആർഭാടമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. നീറ്റ്ലി ലേഡ് ഔട്ട്. സോ ഐ തിങ്ക് ദേ ആർ ടാർഗറ്റിംഗ് എ ഡിഫറെൻറ്റ് ബയർ ഫ്രം വാട്ട് എവർ യു ആർ സീയിങ് അതർവൈസ്. ഇപ്പോൾ ബാക്കി കാണുന്ന കുറേ വണ്ടികൾ ഇപ്പോൾ ലോഡഡ് വിത്ത് ഗിസ്മോസ്, കുറേ സ്ക്രീൻസ്. ഇതല്ല. ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ഈവൻ ട്രൈയിങ് ടു ഡു ദാറ്റ്. ഗിസ്മോസ് ഒന്നും വേണം എന്നൊന്നും വാശി പിടിക്കുന്ന ഒരാളല്ല. ദേ നീഡ് പീസ് ഓഫ് മൈൻഡ്, ദേ നീഡ് റിലയബിലിറ്റി, ദേ നീഡ് സംതിങ് ഈസ് ഓഫ് എൻട്രി എക്സിറ്റ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. And good service. That's a given with the Toyota. So all in all, I'm quite liking this car. And ഇന്നലെ ഞാൻ ഇതിൽ നോട്ട് ചെയ്യാൻ വിട്ടൊരു കാര്യം, the headlights. Brilliant headlights. Brilliant. Low beam, high beam, നല്ല focus, നല്ല brightness. LED quite good. So Vivek, ഇതിന്റെ സ്പെഷ്യലിറ്റീസ് എന്താണ്? ഇതിപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ബ്രസ ഫേസ് ലിഫ്റ്റിൽ നമ്മളെല്ലാം കണ്ടതാണ്. ഇതിനകത്ത് കുറേ ഐ എം സീയിങ് lot more accessories. ഇതിൽ കുറേ ഐ തിങ്ക് ദിസ് ഹാസ് ബീൻ ആക്സറൈസ് ടു ദ ഫുള്ളസ്റ്റ്. അന്നേരം ഉള്ള എല്ലാ ക്രോമിൻ്റെ ആക്സറീസും സകല ട്രിംസും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രോമിൻ്റെ അതിപ്രസരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൈഡ്രോഡിപ്പ് ചെയ്താന്ന് തോന്നുന്നു. അത് എക്സ്ട്രാ പീസ് വെച്ചേക്കുന്നതാണ്. ഈ സ്പോയിലർ ഉണ്ട്. സ്പോയിലർ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് ടൊയോട്ടയുടെ 2 കാലഘട്ടത്തിലെ കോമ്പാക്ട് SUV-കളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും കമൻസ് ആയിട്ട് ഞങ്ങൾ അറിയിക്കുക. ആൻഡ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കണ്ടന്റ് ആയിട്ട് വിൽ ബി ബാക്ക് റെഗുലർലി. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.